അതെ, നാളെ എൻ്റെ കൂടെ പഠിച്ച രജിതല്ലേ, അവളുടെ കുടിയിരിക്കലാണേ. നമുക്കൊന്ന് പോണ്ടേ? എനിക്ക് ഈ കല്യാണത്തിന് പോക്ക് കുടിയിരിക്കലിന് പോക്ക് ഈ വക കാര്യങ്ങളെ ഇഷ്ടമല്ല. അണക്ക് വേണോ ഈ പോയിക്കോ, പക്ഷെ പിന്നെ ഈ വീട്ടിൽ എനിക്ക് കയറരുത്. അങ്ങനല്ലേ, നമ്മൾ രണ്ടാളും ചെല്ലാന്ന് ഞാൻ വാക്ക് കൊടുത്തേ. ആരുടെ നിന്നോട് വാക്ക് കൊടുക്കാൻ പറഞ്ഞേ? നിന്റെ ആരുടെ അവള്? നമ്മുടെ മോൻ വയ്യാണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴേ ഈ പറഞ്ഞ രജിതയും ബാക്കി ഫ്രണ്ട്സും അല്ലേ നമ്മളെ സഹായിക്കാനാണ് ഹോസ്പിറ്റലിൽ ഉണ്ടായിട്ടുള്ളൂ. അതൊക്കെ ഏട്ട് മറന്നോ? അങ്ങനെ ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഇക്കൊരു വെല്ലടി. ഇവരുടെ ഒന്നും ഉണ്ടായിട്ടല്ല. അന്ന് സ്വർണം വിറ്റിട്ടാ നമ്മളെ ഇവര് സഹായിച്ചത്. എന്റെ ഫ്രണ്ട്സ് എനിക്ക് എന്നും വലുതാ. എനിക്ക് അങ്ങനെ ഒരു ഫ്രണ്ട്സും ഇല്ല, ഫ്രണ്ട്ഷിപ്പും ഇല്ല. സിമ്പതി. ഇവരെ കൊണ്ട് ഇനിയൊരു ആവശ്യം വരില്ലെന്ന് എന്റെ ഏട്ടന് ഇത്ര ഉറപ്പ്. നമുക്കൊന്ന് പോയപ്പോ എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. നിന്റെ അച്ഛൻ നിന്നെ എന്റെ തലയിൽ കെട്ടിച്ച പ്രശ്നം. എന്റെ അച്ഛൻ എങ്ങനെ മരിച്ചെന്ന് ഏട്ടന് അറിയാലോ. ഏട്ടന്റെ ഈ നശിച്ച സ്വഭാവം ഈ ദൂർത്തും കാരണല്ലേ. അതുകൊണ്ടല്ലേ ഈ വാടക വീട്ടിൽ എനിക്ക് താമസിക്കേണ്ടി വന്നത്. നിന്റെ തന്ത്രകാരിപ്പോട് പറയാനും പറയാനും ആരില്ലാത്തോണ്ടല്ലേ അബദ്ധനിക്ക്. എടി നീ എപ്പോഴാ നാട്ടിലെത്തിയേ? എന്ത് കോല രശ്മി ഇത്? ഞാൻ ചോറ് കൊടുക്കായിരുന്നേ, ഭയങ്കര വാശിയാ. ഇരിക്കട്ടോ. ഹരിയേട്ടാ, രജിതയും ഫ്രണ്ട്സും ഒക്കെ വന്നിട്ടുണ്ട്. രശ്മി, നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരോടും കുറച്ച് ക്യാഷ് കളക്ട് ആക്കിയിട്ടുണ്ട്. ഓപ്പറേഷനുള്ളത്. അറിയേട്ടാ, നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഒപ്പം ഉണ്ടാവും കേട്ടോ. നീ വിഷമിക്കണ്ടടി, നമ്മളെല്ലാവരും കൂടെ ഉണ്ട്. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും. നമുക്ക് വീടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാം.